മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷനിലേക്ക് സ്വാഗതം. എന്തിനാണ് ആ ക്യാമറമാൻ കരയുന്നത്? സാറ് സ്വാഗതം എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചപ്പോ ആ കോട്ടിലിരുന്ന ബട്ടണൂരി എന്റെ കണ്ണി തെറിച്ചു സാറേ. കരയല്ലേ? മോന്റെ കരച്ചിൽ മാറ്റി ചിരിയാക്കാൻ ഞാനൊരു പാട്ട് പാടിത്തരാം. ഇത്തിത്താര പൊത്തിലിരുന്നൊരു പച്ചത്തവള ചിരിക്കുന്നു, ചിരിക്കുന്നു, പോക്രോം പോക്രോം ചിരിക്കുന്നു, പി പി പോപ്പോ ചിരിക്കുന്നു. ഒരു തവളക്ക് ചിരിക്കാമെങ്കിൽ പുള്ള നിനക്ക് എന്താ ചിരിച്ച ഒരൊറ്റ കീറ്. സാറേ, അതിഥിയെ കൊണ്ടൊരാൾ വന്നിട്ടുണ്ട്. അതിഥിയെ കൊണ്ട് ആരാണ് വന്നിരിക്കുന്നത്? വാവ സുരേഷ്. നാളെ തൊട്ട് ഈ പരിപാടി നിന്റെ തന്ത വന്ന് ചെയ്യള പുല്ലേ. സാറേ, എന്നാ വേറൊരു അതിഥി വിളിക്കട്ടെ. ആരാണ് അതിഥി? ഞാൻ തന്നെ വിളിച്ചോളും, നീ വിളിക്കണ്ട. അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, മലയാള സിനിമയുടെ യുവ താരം ടിൻടോം ചാക്കോ. നമസ്കാരം ടിൻടോം. ഈ മത്സരത്തിലൂടെ പങ്കെടുത്തു കഴിഞ്ഞാൽ നേട്ടാൻ പോകുന്നതാണ് 1 കോടി. കോടിയാ? ഞാൻ പോണു. അതെന്താ? ബീഡി എന്നും പറഞ്ഞ ഞാൻ വന്നേ. കോടിയൊക്കെ ആർക്ക് വേണം? ഞാനില്ല, ഞാൻ പോണു. ടിൻടോം, ടിൻടോം പോകല്ലേ. വരൂ വരൂ വരൂ, ഈ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കൂ. ഞാൻ ഹോട്ട് സീറ്റിൽ ഇരിക്കാറില്ല. അതെന്താ? മൂലം പൊള്ളും. പൊള്ളില്ലേ? നിങ്ങളുടെ ആണേലും മൂലം പൊള്ളൂലേ? പൊള്ളുവോ? പൊള്ളൂലോ? ടിൻടോം അവിടെ ഇരിക്കൂ, ഇത് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഇരിക്കണം. ഞാൻ ഇരിക്കുകയാണ്. മലയാള സിനിമയുടെ താരം, കൈ നിറയെ സിനിമകൾ, വരുന്ന സിനിമയിൽ എല്ലാ സാന്നിധ്യം. ഇത്രയ്ക്കും വലിയ സംഭവമാണെങ്കിൽ അതങ്ങ് ചെയ്ത് അവിടെ ഇരുന്നൂടെ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ടിൻടോമിന്റെ കാര്യം പറഞ്ഞത്. എന്റെ കാര്യമായിരുന്നു. ഞാൻ സൂപ്പറാ. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിന് 1000 രൂപ. എന്തു പറ്റി ടിൻടോം? ചുമക്കുന്നുണ്ടല്ലോ. ഇന്നലെ മഴ നനയാ. ഇനി 1000 രൂപയുടെ ചോദ്യം പറഞ്ഞു, ഉത്തരം പറഞ്ഞു. 1000 രൂപ എടുത്തേ പറ്റൂ. നിങ്ങൾ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കടമെടുത്തിട്ടാണല്ലോ ഞാൻ 1000 രൂപ തരാം. അടങ്ങി അവിടെ ഇരിക്കൂ. ഇനിയും 5000 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാക്കല്ലേ. അപ്പോ ടിൻടോം, താങ്കൾക്ക് ഈ പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? എനിക്ക് 1000 പേർക്ക് വീട് വെച്ച് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഓ, അതിനൊത്ത പൈസ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലോ? തൃശ്ശൂർ എംപിയുടെ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. കിണജി എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 5000 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം. ഒരു ബോംബ് കഥ എന്ന സിനിമയിലെ നായകൻ ആര്? ഓപ്ഷൻ എ കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യ അല്ലേ? ബി കോട്ടയം നസീർ. സി ബിബിൻ ജോർജ്. ഡി മഞ്ജു പിള്ള. അതെന്ത് വൃത്തികളാണ് നിങ്ങൾ ഈ പറയുന്നത്? മഞ്ജു പിള്ള കയറി ഡീന്ന് വിളിക്കുന്ന ഞാൻ ഈ പരിപാടി നിൽക്കൂല. ഞാൻ പോവാണ്. ഒരു സീനിയർ ആർട്സിന് കയറി ഡീന്ന് വിളിച്ചാൽ എങ്ങനെ ശരിയാവും? ശരിയാവോ? ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ പല ഓപ്ഷനും കാണും, പക്ഷെ എനിക്കിത് വൃത്തികളാ. അത് ശരിയാവോ? നിങ്ങൾ കയറി ഡീന്ന് വിളിച്ചാൽ ശരിയാവും. ഇങ്ങനെ മിണ്ടായിരിക്കാതെ എന്തേലും ഒന്ന് പറ. നിങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലയോ? അല്ലെങ്കിൽ അല്ലാന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഒരുമാതിരി ഡീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഉത്തരം സി ബിബിൻ ജോർജ് ശരിയാണ്. താങ്കളുടെ ഈ കുസൃതിത്തരം കാണുമ്പോഴുണ്ടല്ലോ, ഞാനും പണ്ട് സീനിയർ ആയിട്ടുള്ള ശങ്കരാൻ സാറും തമ്മിലുള്ള സൗഹൃദമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശങ്കര അടിയെന്നല്ലേ? ഇനി ആടി പറഞ്ഞിട്ട് വേണം അടുത്ത അടി ഉണ്ടാക്കോ. അടങ്ങാതെ അവിടെ ഇരിക്കും. അപ്പൊ ഇനി അടുത്തത് 10000 രൂപയുടെ മൂന്നാമത്തെ ചോദ്യം. 10000 രൂപയുടെ മൂന്നാമത്തെ ചോദ്യം. അയ്യോ, എന്തു പറ്റി? ഉറുമ്പ് അടിച്ചു. 10000 രൂപ. ഇതിന്റെ ഉടമസ്ഥൻ ടിൻടോം അവിടെ ഇരിക്കൂ. ഞാൻ എവിടുന്നേലും പൈസ ഒപ്പിച്ചു ഞാൻ എവിടുന്നേലും തരാം. എന്റെ പൊന്നോ. ഇനിയും 25000 രൂപയുടെ നാലാമത്തെ ചോദ്യം. ആലിംഗ പഴുത്തപ്പോൾ കാക്കയ്ക്ക് പുണ്ണ് വന്നത് എവിടെ? എ വായിൽ. സി കഷത്തിനടിയിൽ. അയ്യോ, ഞാൻ ബി പറഞ്ഞില്ല. ബി കഷത്തിനടിയിൽ.
സി നഖത്തിന്റെ ഇടയിൽ ആൻഡ് ഡി ചെവിയുടെ മടക്കിൽ. ചേട്ടാ വെള്ളം കൊണ്ടുവരട്ടെ. വാ വാ വാ. ഓപ്ഷൻ എ വാ. ശരി ഉത്തരം. ശരി ഉത്തരം. നേടിയിരിക്കുന്നു 25,000 രൂപ. കണ്ട ഞാൻ നേടിയിരിക്കുന്ന കണ്ട ശരി ഉത്തരമാണ്. ഇങ്ങനെ പഴം പോലെയൊക്കെ അത് എന്തെങ്കിലും ഒന്ന് പറയടോ. ടിൻടോ എന്തെങ്കിലും ഒന്ന് പറ. ടിൻടോ ഇവിടെ വന്നിരിക്കൂ. ശരി ഉത്തരവായി. ശരി ഉത്തരവായി. നല്ലവന്. ഞാൻ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടും. അതെ സുരേഷ് ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? നിങ്ങൾ ബാക്കിയുള്ള എപ്പിസോഡിലൊക്കെ പാട്ട് പാടുമെന്ന് പറഞ്ഞു. പാടും. ഇപ്പോഴും എന്നോട് പറഞ്ഞു. എന്റെ എപ്പിസോഡിൽ മാത്രം എന്താ നിങ്ങൾ പാട്ട് പാടാതെ? ആദ്യമായിട്ടാണ് ഒരു അതിഥി എന്റെ അടുത്ത് പാട്ട് പാടാനായിട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്റെ പാട്ട് അത്രക്ക് ഇഷ്ടമായിട്ടാണ്. ഇഷ്ടമായിട്ടല്ല, ആ ഗ്യാപ്പിലൊന്ന് പോയി മൂത്രം ഒഴിക്കാനായിരുന്നു. മുട്ടി നിക്കുക. അയ്യോ. എങ്കിൽ 50,000 രൂപയുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അത്ര ആഗ്രഹിച്ചല്ലേ ഒരു പാട്ടങ്ങ് പാടിക്കോ. ഏത് പാട്ട് പാടണം? രതി പുഷ്പം. ഇനി 10,000 രൂപ. 50,000 രൂപ താ. ചോദ്യം പറഞ്ഞു ഉത്തരം പറഞ്ഞു 50,000 രൂപ താ. ഇവൻ തൊട്ടാ പണമാണല്ലോ ദൈവമേ. താന്നേ. താങ്കൾ അവിടെ ഇരിക്കൂ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. 75,000 രൂപയുടെ 6ാമത്തെ ചോദ്യം. റോഷാക്ക് എന്ന സിനിമയിൽ കരുത്തുറ്റ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തും മിമിക്രി കലാകാരന്മാരുടെ ഇടയിൽ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന കോട്ടയൻ നസീറിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്ത്? എ തക്കടു, സി വാവാ, ബി പറഞ്ഞില്ല. ബി അടുത്തത് പറയാം. ബി പാച്ചു ആൻഡ് ഡി കിങ്ങിണി. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലൈൻ ഉണ്ട് കേട്ടോ. എങ്കിൽ ലൈഫ് ലൈൻ ഏതൊക്കെയുണ്ട്? ലൈഫ് ലൈൻ ഓഡിയൻസ് കോൾ വിളിക്കൂ. എങ്കിൽ അത് മതി. ഓഡിയൻസ് കോൾ. അപ്പോ ഓഡിയൻസ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കേട്ടല്ലോ. വാവാ, തക്കുടു, കിങ്ങിണി ആൻഡ് പാച്ചു. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? തക്കടു, വാവേ, കിങ്ങിണി. ആ കിങ്ങിണി ശരി ഉത്തരം. കിങ്ങിണി ശരി ഉത്തരം. ശരി നേടിയിരിക്കുന്നു 75,000 രൂപ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നേടി 75,000 രൂപ. 75,000 രൂപ. എനിക്ക് നേടി 75,000 രൂപ. ടിൻടോം അവിടെ ഇരിക്കൂ, കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഇല്ല. അപ്പോൾ അടുത്ത ചോദ്യം 1,00,000 രൂപയുടെ ചോദ്യമാണ്. ചോദിക്കട്ടെ. കൺവിൻസിംഗ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എ സുരേഷ് കൃഷ്ണ, ബി സുരേഷ് ഗോപി, ബി അല്ല സോറി, സി കീർത്തി സുരേഷ് ആൻഡ് ഡി മേനക സുരേഷ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് 2 ലൈഫ് ലൈനും കൂടെ മിച്ചമുണ്ട്. ഏതാണ് ഇനി അടുത്ത്? കോളേ ഫ്രണ്ട്. പോണ ഫ്രണ്ടിന് നമ്മളെന്തിനാണ് വിളിക്കുന്നത്? അവര് പോട്ടെ. പോണ ഫ്രണ്ടിന് നമ്മളെന്തിനു വിളിക്കണം? പോണ ഫ്രണ്ട് അല്ല, കോളേ ഫ്രണ്ട്. കോളേ ഫ്രണ്ട്. എങ്കിൽ വിളിക്കാം. മഞ്ജു പിള്ളേനെ വിളിക്കൂ. അവര് നേടി നിന്നിട്ട് ഒരു സഹായം ചെയ്യുന്നില്ല, പിന്നാണ് ഫോണിൽ കൂടെ. അവരെ എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളൂ? പറ്റിയില്ലാന്നേ മൊത്തം. എങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാം. ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിക്കാം. ആരാണ്? ലാൽ സാറ്. ലാൽ സാർ. എങ്കിൽ കെണജി നമുക്ക് ലാൽ സാറിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ ലാൽ സാർ, ഞാൻ ജോഡീശ്വറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ ടിൻടോം ഒരു ചോദ്യത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ താങ്കൾ വേണം സഹായിക്കാൻ. ചോദ്യം ഇതാണ്: കൺവിൻസിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ആരാണ്? എ സുരേഷ് കൃഷ്ണ, ബി സുരേഷ് ഗോപി, സി മേനക സുരേഷ് ആൻഡ് ഡി കീർത്തി സുരേഷ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സമയം തീരാൻ പോവുകയാണ്. എന്താണ് പറയണേ? എന്താണ് പറയണേ? എന്റെ സമയം പോവാണ്. ലാൽ സാർ സമയം കഴിഞ്ഞിരിക്കുന്നു. സമയം പോവാ. ഉത്തരം ശരിയല്ലേ എന്ന് പറഞ്ഞ് മാത്രം എനിക്ക് മനസ്സിലായി. ടിൻടോം, അപ്പൊ താങ്കൾ തന്നെ വേണം ഇതിന് ഉത്തരം പറയാൻ. എന്ത് ചെയ്യും? ഉത്തരം എന്ന് പറയുന്ന കൺവിൻസിങ് സ്റ്റാർ എന്നല്ലേ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺവിൻസ് ആകുമ്പോൾ നമുക്ക് കൺവിൻസ് ആകാതിരിക്കുന്നതാണോ? അത് നമുക്ക് കൺവിൻസ് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും കൺവിൻസ് ആയിട്ട് അങ്ങനെ എല്ലാം കൺവിൻസ് ആയി വരുന്നതാണോ? അതോ എല്ലാവർക്കും കൺവിൻസ് ആവണമെന്നുണ്ടോ? അതോ നമ്മളെല്ലാം കൺവിൻസ് ആയിട്ട് അങ്ങനെ കൺവിൻസ് ആണെങ്കിൽ കൺവിൻസ് ആകണോ? ടിൻടോം എന്തെങ്കിലും ഒന്ന് പറ. കൺവിൻസ് മനസ്സിലായോ? ഞാൻ പറഞ്ഞേ കൺവിൻസ് ആകണമെങ്കിൽ കീർത്തി സുരേഷ്. കീർത്തി സുരേഷ് തെറ്റുത്തരമാണെന്ന് എനിക്കറിയാം. എന്തിനാണ് എന്നെ ഇങ്ങനെ തെറ്റിപ്പിക്കുന്നത്? എങ്കിൽ പിടിച്ചോ, മേനക സുരേഷ്. മേനക സുരേഷും തെറ്റാണ്, എനിക്കറിയാലോ. അതുകൊണ്ട് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഒരിക്കലും ആവൂല, അതെനിക്കറിയാം. അതുകൊണ്ട് സുരേഷ് കൃഷ്ണ ശരി ഉത്തരം. ശരി ഉത്തരം. 1,00,000 രൂപ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടുമെന്ന്. ഹലോ,
എടാ നാറി, ഞാൻ എത്ര പ്രാവശ്യം പറയണോടാ ഞാനല്ല. എടാ പട്ടി ഞാനല്ലെന്ന് എത്ര പ്രാവശ്യം പറയണം. മനസ്സിലായോ? എടാ നിനക്ക് മനസ്സിലായോടാ ഞാനെല്ലാം പറഞ്ഞെന്ന് മനസ്സിലായോ? ആ, ആരാണ് ടിൻടോം വിളിച്ചത്? കുറെ നാളായിട്ട് ഒരുത്തൻ നീ ടിനി ടോം അല്ലേ, നിന്റെ മിമിക്രി കൊള്ളത്തില്ലെന്നും പറഞ്ഞ് എന്നെ തെറി വിളിച്ചോണ്ടിരിക്കുക. ഞാൻ എന്തോ ചെയ്യാനെന്ന് പറ. ടിൻടോം അവൻ ആരാന്ന് പറയൂ, ഒരൊറ്റ കീറ്. ആരാന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഉള്ള ഇന്റർവ്യൂയും ചെയ്ത് ഫോണും തറയിലിട്ട് ഇപ്പൊ റബ്ബർ ബാൻഡ് വെച്ചേക്കുക. ആരാന്ന് എങ്ങനെ അറിയാനാ? അപ്പൊ അടുത്തതും പോയി. ഒരു സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? എന്ത് പറയുന്നു? ചോദ്യങ്ങൾക്ക് കടക്കാം. ചോദ്യങ്ങൾ കടക്കാം. ഇനി അവിടെ പോയി ഇരിക്കല്ലേ, കസേര വലിക്കാൻ വെച്ചിരിക്കുന്നതല്ല, അവിടെ ഇരിക്കാം, കേട്ടല്ലോ. അടുത്തത് 1 കോടി രൂപയുടെ അവസാനത്തെ ചോദ്യം. ഇത് ഇച്ചിരി ടഫായിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് അതാണ് വേണ്ടത്. ടഫ് എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി. അപ്പോൾ ചോദ്യം ചോദിക്കാം. ചൂടെടുക്കും നിങ്ങൾ പറ. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ പെരിയാർ, ബി വയലാർ, സി അലിയാർ ആൻഡ് ഡി മുസലിയാർ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരി ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ലൈഫ് ലൈനും കൂടെ മിച്ചമുണ്ട്. ഏതാണ് ലൈഫ് ലൈൻ? 50-50. പാതിപ്പാതിയാണോ? പാതി. എങ്കിൽ അതങ്ങ് എടുക്കാം. ഉറപ്പാണ്. പാതി എടുക്കാം. എങ്കിൽ കെണജി പാതി. ഓപ്ഷൻ ബി ആൻഡ് സി മാഞ്ഞിരിക്കുന്നു. മാഞ്ഞില്ലല്ലോ. ഓപ്ഷൻ ബി ആൻഡ് സി മാഞ്ഞിരിക്കുന്നു. മാഞ്ഞില്ലടോ. തൊട്ടൊന്നും ഇല്ലല്ലോ. ബി ആൻഡ് സി മാഞ്ഞോ? ഇടയ്ക്ക് വർക്കാത്തില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. നോക്കി കണ്ട് ചെയ്യടാ. ഇപ്പോൾ മിച്ചമുള്ള ഓപ്ഷൻസ് എ പെരിയാർ ആൻഡ് ഡി മുസലിയാർ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ടിൻടോം? നിങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ ഏത് മായിച്ചേനെ? മുസലിയാർ. എങ്കിൽ പെരിയാർ. ശരി ഉത്തരം കിടക്കട്ടെ. ശരി ഉത്തരം. അങ്ങനെ 1 കോടി രൂപയുടെ ചോദ്യത്തിന് ടിൻടോം നേടിയിരിക്കുന്നു 50 ലക്ഷം രൂപ. അത് എവിടുത്തെ മറ്റടുത്ത പരിപാടി നിങ്ങൾ ഈ പറയുന്നത്? 1 കോടിയുടെ ചോദ്യത്തിന് എനിക്ക് എങ്ങനെയാണോ 50 ലക്ഷം രൂപ കിട്ടുന്നത്? നിന്റെ അടുത്ത് ഞാനൊരു 1000 പ്രാവശ്യം തലേ കൈവച്ച് പറഞ്ഞാണോ പകുതി എടുക്കുന്നുണ്ടോ ഇല്ലയോന്ന്? പകുതി നിനക്കും പകുതി എനിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പൈസ കിട്ടിയിട്ട് ടിൻടോമിന് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? ഞാൻ ഈ 50 ലക്ഷം രൂപയിന്ന് 1000 രൂപയായി പരിപാടിയുടെ എഡിറ്ററിന് അങ്ങ് കൊടുക്കും. എന്തിന്? എന്നിട്ട് ഞാൻ ആദ്യം 1000 പേർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞ പോഷമില്ല, അതങ്ങ് കട്ട് ചെയ്യിപ്പിക്കും. അത്ര തന്നെ. അപ്പോ നമുക്ക് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പറ്റേ. എന്നെ പോലെ ഒരു അപരൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, കുറെ നാളെ എന്നെ വിറ്റ് ജീവിക്കുന്നു. ഇന്ന് കാണണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണോ? സുഖമാണോ? അത്ര സുഖമില്ല. ഇന്നലെ രാത്രി മുതല് സുഖം വേണോ? സുഖം വേണം. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. മാജിക്ക് കാണിക്കട്ടെ. മാജിക്ക് ഈ കൈ പുറയോ എന്ന് കാണണോ? വേണ്ട. കാണണോ? വേണ്ട. പുറയോ ഒന്ന് കണ്ടോ? ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞേ. ഈ കറങ്ങണ ബെൽറ്റ് വരെ ഉണ്ട്, നിങ്ങൾ കണ്ടോ? എനിക്ക് എനിക്ക് ചേരുന്നത്. അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അത് ഇന്നലെ വാങ്ങിയത് വരണ വഴിക്ക്. അത് അത്ര വലിയ അല്ല. ഇനി നിങ്ങൾ സിനിമ ചെയ്യരുത്, എനിക്കുള്ള സിനിമയൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ ആ ബെൽറ്റ് ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഊരി തരാം. ആ അത് ഊരി തന്നേക്കും. എനിക്ക് എന്തായാലും ആൾക്കാരെ കറങ്ങണം. ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിട്ടില്ല. ഏതായാലും ഇവിടെ വരെ വന്നില്ലേ, നമുക്കൊരു ഡാൻസ് കളിച്ചിട്ടങ്ങ് പോവാം. ഏത് കളിക്കും? ഏതെങ്കിലും കളിക്കാം. വാ. ഞാനില്ല, എനിക്ക് ഷുഗറാ. ഞാനില്ല, എനിക്ക് വയ്യ. കറക്കി പിടിച്ചോ. മ്യൂസിക് ഇടി. ഇതന്നല്ലേ വീണ്ടും ഇടണ. ഇതന്നെയാണ് വീണ്ടും. അല്ല വേറെ പാട്ട് ഇടാൻ പറ. വേറെ ഏതെങ്കിലും പാട്ടിടോ. ഇത് വെറുതെ പറഞ്ഞല്ലേ, ശരിക്കും കളിക്കണം. ആ കളിക്കണം. പിന്നെ കളിക്കാം, എന്തേലും കളിക്കാം. ഞാനും പാട്ടിട്, എനിക്ക് പേടിയാവുന്നു. പാട്ടിട്. 2 ദിവസം ഞാൻ കളിക്കണം വിചാരിച്ചു. നിങ്ങൾ എന്ത് വേണേലും ആയിക്കോ, ഞാൻ അങ്ങോട്ട് വരുവാ. അല്ല
ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞാ പിന്നെ എന്താവും? എനിക്ക് ഞാൻ ശരിക്കുള്ള ക്യാരക്ടറാ. അപ്പൊ പിന്നെ അത് നന്നാവും. അതാ നന്നാവുന്ന. നിങ്ങളുടെ ശരിക്കുള്ള ക്യാരക്ടർ ഒന്ന് കാണിച്ചേ. ക്യാരക്ടർ ഇപ്പൊ കാണിക്കാൻ പറ്റൂല. എന്താ? ആൾക്കാർ കണ്ട വിഷയാവും. ഞാൻ ഭയങ്കര മോശമുള്ള ക്യാരക്ടറാ. എല്ലാം ഞാനും ഭയങ്കര മോശമുള്ള ക്യാരക്ടറാ. തൊപ്പി വേണോ? താങ്ക് യു മാം. എന്റെ കണ്ണാടി കണ്ണാടി വേണമെന്നുണ്ടോ? അല്ലേ പിടിച്ചോ. താങ്ക് യു മാം. അല്ലേ പിടിച്ചോ.